കഥയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് പുതുതായി കല്യാണം കഴിച്ച വിശ്വനെയും വൈഫിനെയുമാണ്. അങ്ങനെ കല്യാണം കഴിഞ്ഞ് പുതുമോടി കഴിയുന്നതിന് മുൻപ് തന്നെ വിശ്വന്റെ ഭാര്യ ഗർഭിണിയാകും. അങ്ങനെ വിശ്വനൊരു ആൺകുട്ടി ജനിക്കുകയും അവന് വിവേക് എന്ന് പേരിടുകയും ചെയ്യും. അങ്ങനെ വിവേക് വളർന്ന് LKGയിലെത്തും. അവിടെ വെച്ച് അബ്ദുൽ കലാം എന്ന പേരുള്ള ഒരു കൂട്ടുകാരനെയും അവന് കിട്ടും. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു പോകും. അബ്ദുൽ കലാമും വിവേകും ഇപ്പോൾ UPSലാണ് പഠിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം അവരുടെ ശത്രുവായ വിനായക് അവനെ സ്കൂളിൽ വെച്ച് തടയുമ്പോൾ പെട്ടെന്ന് അലൻ എന്ന് പേരുള്ള ഒരുത്തൻ അങ്ങോട്ടേക്ക് വന്ന് വിനായകനെ അടിച്ചു വീഴ്ത്തി അവരെ രണ്ടുപേരെയും അവിടെ നിന്ന് രക്ഷിക്കും. എന്നാൽ വിനായകനെ ഉപദ്രവിച്ചതിന് അവരുടെ 3 പേരെയും പാരൻസിനെ സ്കൂളിലേക്ക് വിളിപ്പിക്കും. വിനായകന്റെ അച്ഛനും അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. വിനായകന്റെ അച്ഛൻ ഒരു പോലീസ് ഓഫീസർ ആയിരുന്നു. പ്രിൻസിപ്പൽ വിനായകന്റെ അച്ഛനോട് സോറി പറഞ്ഞ ശേഷം അബ്ദുൽ കലാമിന്റെയും വിവേകിന്റെയും അലന്റെയും അച്ഛന്മാരോട് പറയും, നിങ്ങൾ മക്കളെ മര്യാദയ്ക്ക് വളർത്താത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന്. അതിനുശേഷം പ്രിൻസിപ്പളുടെ കയ്യിൽ നിന്ന് നല്ല തല്ലൊക്കെ കൊണ്ട ശേഷം അവർ 3 പേരും അടുത്തുള്ള കടയിലേക്ക് വന്ന് 3 സിപ്പപ്പ് വാങ്ങി കുടിച്ച് ആ അടി കൊണ്ട വിഷമം അങ്ങ് തീർക്കും. എന്നാൽ അവരുടെ ക്ലാസ്സിൽ കാവേരി എന്ന് പേരുള്ള ഒരു പെണ്ണുണ്ടായിരുന്നു. അവർക്ക് 3 പേർക്കും അവളെ ഇഷ്ടമായിരുന്നു. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു പോകും. അവരിൽ 3 പേരിൽ ഒരാൾ പോലും അവളോട് തങ്ങളുടെ ഇഷ്ടം തുറന്നു പറഞ്ഞിട്ടില്ല. എന്നാൽ അങ്ങനെ ഒരു ദിവസം അവർക്ക് 3 പേർക്കും മനസ്സിലാവും തങ്ങളുടെ ബദ്ധശത്രുവായ വിനായകനോടാണ് അവൾക്ക് സ്നേഹമെന്ന്. അങ്ങനെ പെണ്ണ് പോയ വിഷമത്തിൽ അവർ 3 പേരും കൂടി ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ചുകൊണ്ട് വരുന്ന വഴിക്ക് ഒരു കാറ് അവരുടെ ദേഹത്തേക്ക് ചെളി അടിച്ച് തെറിപ്പിക്കും. എന്നാൽ ഇത് കാണുന്ന അവരുടെ ക്ലാസ്സിൽ പഠിക്കുന്ന അജിൻജോയി എന്നു പേരുള്ള ഒരുത്തൻ അവരുടെ ദേഹത്തേക്ക് ചെളി തെറിപ്പിച്ച കാറിന്റെ ഗ്ലാസ് എറിഞ്ഞ് പൊട്ടിക്കും. ഇങ്ങനെയാണ് അവരുടെ ഗ്യാങ്ങിലേക്ക് അജിൻജോയും കടന്നു വരുന്നത്. അങ്ങനെ കാറിന്റെ ഗ്ലാസ് എറിഞ്ഞ് പൊട്ടിച്ചത് കൊണ്ട് തന്നെ വീണ്ടും പ്രിൻസിപ്പൾ അവരെ ഓഫീസ് റൂമിലേക്ക് വിളിക്കും. ആ ഒരു സംഭവത്തോടു കൂടി അജിൻജോയും അവരുടെ ഗ്യാങ്ങിൽ ഒരാളായി മാറി. അങ്ങനെ അവരുടെ +2 പരീക്ഷ നടക്കുന്ന സമയത്തും വിനായകുമായി അടിയുണ്ടായത് കൊണ്ട് തന്നെ അവരുടെ എല്ലാവരുടെയും അച്ഛനമ്മമാരെ പ്രിൻസിപ്പൽ ഓഫീസ് റൂമിലേക്ക് വിളിച്ചു വഴക്ക് പറയും. എന്നാൽ +2വിന് ശേഷം അലന്റെ വാപ്പ അവനോട് വന്ന് പറയും, എടാ മോനെ, നിനക്ക് പഠിക്കാനുള്ള കഴിവൊന്നുമില്ല, അതുകൊണ്ട് നീ എഞ്ചിനീയറിംഗ് ഒന്നും നോക്കണ്ട എന്ന്. എന്നാൽ എനിക്ക് നല്ല ടാലന്റ് ആണ്, നിങ്ങൾ കരുതും പോലെയൊന്നുമല്ല, ഞാൻ പഠിച്ച് എഞ്ചിനീയർ ആവുക തന്നെ ചെയ്യുമെന്ന് അലൻ തന്റെ വീട്ടുകാരോട് പറയും. ഇതേ സമയം വിശ്വൻ തന്റെ മകനായ അബ്ദുൽ കലാമിനെയും കൊണ്ട് എഞ്ചിനീയറിംഗ് കോളേജിലാക്കാൻ പോകുന്ന വഴിക്ക് അവനോട് പറയും, ആ തെണ്ടി കൂട്ടുകാരന്മാർ ഈ കോളേജിൽ ഇല്ല എന്നറിഞ്ഞിട്ടാണ് നിന്നെ ഞാൻ ഇവിടെ ചേർത്തത്, അതുകൊണ്ട് മര്യാദയ്ക്ക് പഠിച്ച് ജോലി വാങ്ങണമെന്ന് പറയും. അങ്ങനെ തന്റെ കൂട്ടുകാരെ മിസ് ചെയ്ത് ആദ്യ ദിവസം തന്റെ കോളേജിലേക്ക് ചെല്ലുകയാണ് അബ്ദുൽ കലാം. എന്നാൽ ആ കോളേജിലായിരുന്നു അവന്റെ സ്കൂളിലെ ശത്രുവായിരുന്ന വിനായകും പഠിക്കുന്നത്. വിനായക് അബ്ദുൽ കലാമിനെ കണ്ട ഉടനെ തന്നെ അവന്റെ അടുത്തേക്ക് വന്ന് അവനെ ഉപദ്രവിക്കും. എന്നാൽ ഇതേ കോളേജിൽ തന്നെയായിരുന്നു അവന്റെ കൂട്ടുകാരനായ വിവേകും അലനും അജിൻജോയും എല്ലാവരും പഠിച്ചിരുന്നത്. അവരും അങ്ങോട്ടേക്ക് വന്ന് വിനായകിനെയും വിനായകിന്റെ കൂട്ടുകാരെയും കോളേജിന്റെ ഫസ്റ്റ് ഡേ തന്നെ തല്ലി ഒതുക്കും. അടിയുടെ ആവേശത്തിൽ അവർ ആളുമാറി കോളേജിലെ സാറിനെയും അടിക്കും. വീണ്ടും അവരുടെ രക്ഷകർത്താക്കളെ കോളേജിലേക്ക് വിളിച്ചു വരുത്തും. എന്നാൽ ഇത്രയും കാലം ഇവന്മാർക്ക് വേണ്ടി ഞങ്ങൾ വക്കാലത്ത് പറഞ്ഞുവെന്നും പറഞ്ഞ് എല്ലാവരുടെയും അച്ഛൻ പോകുമ്പോൾ അലന്റെ ബാപ്പ മാത്രം അവരെ ഉപേക്ഷിച്ചു പോകാതെ പ്രിൻസിപ്പൽ റൂമിലേക്ക് വന്ന്, ഇവരെല്ലാവരും എൻ്റെ മക്കളെ പോലെ തന്നെയാണ്, ഇവരിനി ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല എന്നും പറഞ്ഞ് പ്രശ്നം കോംപ്രമൈസ് ആക്കും. ഇങ്ങനെ ഒരു അടിയോടുകൂടി തന്നെ അവരുടെ കോളേജ് ജീവിതം തുടങ്ങും. ഇതിനിടയിൽ വിവേകിന് മിനി എന്നു പേരുള്ള തൻ്റെ ക്ലാസ്സിലെ കുട്ടിയുമായി ഫ്രണ്ട്ഷിപ്പും ഉണ്ടാകും. അങ്ങനെ അവരുടെ കോളേജ് ജീവിതം അലമ്പിയും പഠിക്കാതെ നടന്നും ക്ലാസ്സിന് കയറാതെ നടന്നും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പരീക്ഷയ്ക്കും അവർക്ക് ഇതുവരെ ജയിക്കാനും കഴിഞ്ഞിട്ടില്ല. എന്നാലും ലൈഫിനെ കുറിച്ച് യാതൊരു പേടിയുമില്ലാതെ തിയേറ്ററിലേക്ക് പോയി സിനിമയൊക്കെ കണ്ട് അവർ അടിച്ചു പൊളിച്ച് നടക്കുകയാണ്. ഇതിനിടയിൽ രമ്യ എന്നു പേരുള്ള പെൺകുട്ടിയെ അബ്ദുൽ കലാമിന് ഇഷ്ടമാവുകയും അവൻ ബസ് സ്റ്റോപ്പിൽ വെച്ച് അവളെ നോക്കി ചിരിക്കുകയും ചെയ്യും. എന്നാൽ ഇതേ സമയം തന്നെ രമ്യയോട് ഇഷ്ടമുള്ള കോളേജിന് പുറത്തുള്ള ഹാഷിറും അവന്റെ കൂട്ടുകാരും രമ്യയെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ രമ്യയ്ക്ക് വേണ്ടി ഹാഷിറും അബ്ദുൽ കലാമിന്റെ കൂട്ടുകാരും തമ്മിൽ അടിയാകും. എന്നാൽ ആ ഒരു അടിയോടുകൂടി 2 പേരുടെയും ഗ്യാങ്ങുകൾ തമ്മിൽ നല്ല ഫ്രണ്ട്സ് ആകുകയും ചെയ്യും. എന്നാൽ അങ്ങനെ ഒരു ദിവസം എക്സാമിന്റെ ഇടയിൽ വീട്ടിലേക്ക് വന്ന വിനായകനോട് അവന്റെ അച്ഛൻ പറഞ്ഞു, ഇങ്ങനെ കറങ്ങി നടക്കാതെ മര്യാദയ്ക്ക് കോളേജിൽ പോയിരുന്ന് നന്നായി പഠിക്കണമെന്ന്. ഒക്കെ കഴിഞ്ഞ ഒരു ദിവസം അശ്വിനെ അവന്റെ കൂട്ടുകാരി മിനി വിളിച്ച ശേഷം പറയും, എന്റെ വണ്ടി നിന്ന് പോയി, നിനക്ക് പറ്റുമെങ്കിൽ ടൗണിലേക്കൊന്ന് വരാമോ എന്ന്. അങ്ങനെ മിനിയെ പിക്ക് ചെയ്യാനായി അശ്വിൻ തന്റെ വണ്ടിയും എടുത്ത് അവളുടെ അടുത്തേക്ക് ചെന്ന് അവളെയും പിക്ക് ചെയ്തുകൊണ്ട് പോകും. പോകുന്ന വഴിക്ക് അശ്വിന് വിശക്കുന്നുവെന്ന് പറയുമ്പോൾ അവൾ അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവിടെയുള്ള ചായക്കടയിൽ നിന്ന് ഫുഡ് വാങ്ങി കൊടുക്കും. എന്നാൽ ഇതേ സമയം തന്നെ അബ്ദുൽ കലാമിന്റെ ഓൺസൈഡ് ലവായ രമ്യ അവനെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ വേടിപ്പിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ മണ്ടനായ അവൻ ഇതൊന്നും മനസ്സിലാക്കാതെ അവൾ വിളിച്ചു പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇതേ സമയം തന്നെ അശ്വിനും മിനിയും കൂടുതൽ അടുക്കുകയും എല്ലാ രാത്രിയും അവർ പുറത്ത് കറങ്ങാൻ പോവുകയും അശ്വിന് മിനിയോട് ചെറിയ ഇഷ്ടം തോന്നുകയും ചെയ്തു.
അങ്ങനെ ഒരു ദിവസം രാത്രി അവർ കൂട്ടുകാരെല്ലാവരും കൂടി ഒരുമിച്ചിരിക്കുമ്പോൾ അശ്വിനോടും അബ്ദുൽ കലാമിനോടും അവരുടെ ഫ്രണ്ട്സ് പറയും, നിന്നെയൊക്കെ ആ രണ്ട് പെൺപിള്ളേരും ഇട്ട് കളിപ്പിക്കുകയാണ്. നിനക്കൊക്കെ സംശയമുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് മിനിയുടെ വീട്ടിൽ പോയി അശ്വിനെ ഇഷ്ടമാണോ എന്ന് ചോദിക്കാമെന്ന് പറയും. അങ്ങനെ കുടിച്ച് ബോധമില്ലാതെ അശ്വിനെയും കൂട്ടി അവർ മിനിയുടെ വീട്ടിൽ പോകുമ്പോൾ അവിടെ ഉണ്ടാകില്ല. എന്നാൽ അശ്വിൻ പറയും അവൾ നൈറ്റ് ആകുമ്പോൾ ഇങ്ങനെ ഊരു ചുറ്റാനായി ഇറങ്ങും എന്നും അവിടെയുള്ള ഹോസ്പിറ്റലിലും പോകും, ചിലപ്പോൾ ഹോസ്പിറ്റലിൽ കാണുമെന്നും പറഞ്ഞ് അവരെല്ലാവരും ഹോസ്പിറ്റലിലേക്ക് വരും. ഹോസ്പിറ്റലിലെത്തിയ അശ്വിൻ മിനിയോട് പറയും, നീ ഇനിയെങ്കിലും തുറന്നു പറ, നിനക്കെന്നെ ഇഷ്ടമാണോ എന്ന്. നിന്റെ അച്ഛനൊരു ആൺകുട്ടി ജനിക്കാത്തത് കാരണം നിന്റെ അച്ഛന് വേണ്ടിയല്ലേ നീ ആമ്പിള്ളാരുടെ വേഷം ചുറ്റി ഇങ്ങനെ നടക്കുന്നത്. ഇനിയെങ്കിലും നീ നിനക്ക് വേണ്ടി ജീവിക്കുക എന്ന് പറയും. എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ട് അവളുടെ അച്ഛൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. എന്നാൽ എനിക്ക് മനസ്സിലായി നീ എന്നെ കളിപ്പിക്കുകയാണെന്നും പറഞ്ഞ് അശ്വിനും കൂട്ടുകാരും അവിടെ നിന്ന് പോകുമ്പോൾ മിനിയുടെ അച്ഛൻ അവളോട് പറയും, മോൾ അച്ഛന് വേണ്ടിയാണോ ഇതൊക്കെ ചെയ്തു കൂട്ടിയത്? മോൾക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചോ, അച്ഛന് വേണ്ടി മോളുടെ ജീവിതം ത്യാഗം ചെയ്യേണ്ട എന്ന്. എന്നിട്ട് തമാശ രൂപേണ പറയും, ഇപ്പോൾ വന്ന അവൻ ഒരു മണ്ടനാണ്, മോൾ അവനെ കല്യാണം കഴിച്ചാൽ നിന്റെ ലൈഫ് കോഞ്ഞാട്ടയായി പോകുമെന്ന്. അതേസമയം അബ്ദുൽ കലാമിന്റെ ഗേൾഫ്രണ്ട് അവനെ വിളിച്ചു പറയും, തൻ്റെ ഒരു ഫ്രണ്ട് ഒരു പാഴ്സലുമായി ടൗണിൽ വന്ന് നിൽപ്പുണ്ട്, നിനക്ക് പറ്റുമെങ്കിൽ അതൊന്ന് പോയി വാങ്ങാമോ എന്ന്. അബ്ദുൽ കലാം അങ്ങനെ തൻ്റെ ഫ്രണ്ട്സിനെയും കൂട്ടിക്കൊണ്ട് ടൗണിൽ ആ പാഴ്സലും കൊണ്ടുവന്ന് അവൻ്റെ അടുത്തേക്ക് ചെല്ലും. എന്നാൽ ആ പാഴ്സലിൻ്റെ അകത്തുണ്ടായിരുന്നത് MDMA ആയിരുന്നു. അപ്പോഴേക്കും ഒരു SI അങ്ങോട്ടേക്ക് വന്ന് അവരെ എല്ലാവരെയും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും. അങ്ങനെ സ്റ്റേഷനിൽ കൊണ്ടുപോയി നിർത്തിയ ശേഷം അവരുടെ എല്ലാവരുടെയും അച്ഛന്മാരെയും വിളിച്ചു വരും. എന്നാൽ അവരുടെ പാരൻസ് അവിടെ എത്തിയ ശേഷം അവരെ എല്ലാവരെയും കുറ്റം പറയുകയും പോലീസുകാരനെ മുന്നിലിട്ട് അവരെ ഉപദ്രവിക്കുകയും ചെയ്യും. എന്നാൽ ആ പോലീസുകാരൻ പറയും, നിങ്ങളെയൊക്കെ കാരണമാണ് ഇവർ ഇങ്ങനെ ആയത്, നിങ്ങൾ ഒരു ഫ്രീഡവും കൊടുക്കാതെയല്ലേ അവരെ വളർത്തിയത്, പിന്നെ മക്കൾ എങ്ങനെയാണ് ഇങ്ങനെ ആവാതിരിക്കുക എന്ന് ചോദിക്കും. അതിനുശേഷം പാരൻസിനെ എല്ലാം പുറത്ത് നിർത്തിയ ശേഷം SI അവരോട് പറയും, ഇതൊക്കെ ഈ അച്ഛന്മാരെ പോലെ തന്നെയായിരുന്നു എൻ്റെ അച്ഛനും, അതുകൊണ്ടാണ് ഞാൻ ഈ ഇഷ്ടമല്ലാത്ത ജോലി ചെയ്യേണ്ടി വരുന്നത്. എങ്കിലും ഇതുപോലുള്ള കേസുകളിൽ വന്ന് പെടാതെ മര്യാദയ്ക്ക് ജീവിക്കാൻ ആ പോലീസുകാരൻ അവരോട് പറയും. സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയ ശേഷം എല്ലാവരുടെയും അച്ഛന്മാർ മക്കളെ കൂട്ടിക്കൊണ്ട് പോകുമെങ്കിലും അബ്ദുൽ കലാമിന്റെ അച്ഛൻ, ഇനി നീ വീട്ടിലേക്ക് വരണ്ട, എനിക്കൊരു മകൾ കൂടിയുണ്ട്, അതുകൊണ്ട് നിന്റെ ഇഷ്ടം പോലെ ജീവിച്ചോളാൻ പറഞ്ഞ് അവനെ അവിടെ ആക്കിയിട്ട് പോകും. എന്നാൽ അതിനുശേഷം അബ്ദുൽ കലാമിനെ കാണാത്തത് കൊണ്ട് തന്നെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി രാത്രി അവരുടെ കോളേജിലേക്ക് ചെല്ലുമ്പോഴേക്കും സൂസൈഡ് ചെയ്യാനായി അവൻ കോളേജിന്റെ മുകളിൽ കയറി നിൽക്കുകയാണ്. എന്നാൽ അവരെല്ലാവരും കൂടി എന്തൊക്കെയോ പറഞ്ഞ് സംസാരിച്ച് അവനെ സമാധാനിപ്പിച്ച് തിരികെ അവന്റെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുവരും. എന്നാൽ വീട്ടിലെത്തിയ ശേഷം അവന്റെ അച്ഛൻ അവനോട് കയർക്കുകയും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയുകയും ചെയ്യും. എന്നാൽ ആ വിഷമത്തിൽ പാവം അബ്ദുൽ കലാം വീട്ടിന്റെ മുകളിൽ നിന്ന് എടുത്ത് താഴേക്ക് ചാടും. അതിനുശേഷം അവരെല്ലാവരും കൂടി അബ്ദുൽ കലാമിനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ അബ്ദുൽ കലാമിന്റെ അച്ഛൻ പറയും, നിന്റെയൊക്കെ കൂടെ നടന്നാണ് എൻ്റെ മകനും ഇങ്ങനെ ആയിപ്പോയതെന്ന്. എന്നാൽ ഇത് കേട്ടുകൊണ്ട് നിന്ന അശ്വിന്റെ അച്ഛൻ, നിന്നെയൊക്കെ കാരണമാണ് ഞാനിത് കേൾക്കേണ്ടി വന്നതെന്നും പറഞ്ഞ് അശ്വിനെ അടിച്ച് എല്ലാവരുടെയും അച്ഛന്മാർ അവരെ അവിടെ നിന്ന് കൊണ്ടുപോകും. എന്നാൽ ആ ഒരു സംഭവത്തോടു കൂടി അവർ എല്ലാവരും മാനസികമായി തകരുകയും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ സദാസമയവും വീട്ടിൽ തന്നെ ഇരിപ്പാവുകയും ചെയ്യും. എന്നാൽ അങ്ങനെ ഒരു ദിവസം അബ്ദുൽ കലാമിന്റെ അച്ഛൻ അവന്റെ വീട്ടിലേക്ക് വന്ന ശേഷം പറയും, നിന്റെ ഒരു കൂട്ടുകാരൻ ആക്സിഡന്റ് ആയി, നിനക്ക് വേണമെങ്കിൽ പോയി കണ്ടോളാൻ. ആ സൂസൈഡ് അറ്റംപ്റ്റിന് ശേഷം കുറെ നാളുകൾക്ക് ശേഷം അവരെല്ലാവരും വീണ്ടും ഹോസ്പിറ്റലിൽ വെച്ച് കാണുകയാണ്. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു പോകും. വിനായക് ഇപ്പോൾ കോളേജൊക്കെ കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിച്ച് സുഖമായി ജീവിക്കുകയാണ്. എന്നാൽ അശ്വിനും കൂട്ടുകാരും ഇപ്പോഴും ജോലിയൊന്നും കിട്ടാതെ തേരാപാര നടക്കുകയാണ്. അവർ ജോലിക്ക് ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർക്ക് ആർക്കും തന്നെ ജോലിയൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം അശ്വിന്റെ അച്ഛൻ അശ്വിനെയും കൂട്ടി അവരുടെ ഒരു ബന്ധുവിന്റെ കല്യാണത്തിന് പോകുമ്പോൾ ബന്ധു വീട്ടിലുള്ള ആൾ അശ്വിന് ജോലിയില്ലാത്തത് കൊണ്ട് തന്നെ അവനെ കളിയാക്കും. എല്ലാം കണ്ടുകൊണ്ട് പാവം അവന്റെ അച്ഛനും അവന്റെ അടുത്ത് നിൽപ്പുണ്ടായിരുന്നു. ഇതേ സമയം അലന്റെ ഉപ്പ അയാളുടെ അച്ഛനോട് തന്റെ മകന് കൃഷി ചെയ്യാൻ വേണ്ടി തരിശായി കിടക്കുന്ന സ്ഥലം തരാമോ എന്ന് അപേക്ഷിക്കുകയാണ്. എന്നാൽ കല്യാണത്തിന് വന്ന അശ്വിൻ തന്നെ ഇൻസൾട്ട് ചെയ്ത ആളോട് തിരിച്ചു മറുപടി പറയുമ്പോൾ, എന്നോട് തർക്കുത്തരം പറയാറായോ എന്നും പറഞ്ഞ് അയാൾ അവന്റെ മുഖത്തടിക്കും. ഇതേ സമയം അലന്റെ ഉപ്പുപ്പ അവന് കൃഷി ചെയ്യാൻ സ്ഥലം തരാമെന്ന് സമ്മതിക്കും. ഇതേ സമയം കല്യാണ വീട്ടിൽ വിഷമിച്ചിരിക്കുന്ന തന്റെ മകനെ കണ്ട അശ്വിന്റെ അച്ഛൻ, ആരാടാ എന്റെ മകനെ അടിക്കാനെന്നും പറഞ്ഞ് അയാളെ തിരിച്ചടിക്കും. എന്നിട്ട് എല്ലാവരോടുമായി പറയും, നിങ്ങൾ ആരും അവനെ കളിയാക്കണ്ട, അവൻ ഒരു ദിവസം സക്സസ് ആകുമെന്ന്. എന്നാൽ ഇതേ സമയം ഒരു ജോലിയും കിട്ടാത്ത തന്റെ മകനായ അബ്ദുൽ കലാമിനോട് അവന്റെ അച്ഛൻ പറയും, പേടിക്കണ്ടടാ മോനെ, നിനക്ക് ജോലി കിട്ടും, നിന്നോടൊപ്പം എന്നും ഈ അച്ഛൻ ഉണ്ടാകുമെന്ന്. അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞു പോകും. അവരെല്ലാവരും കൂടി ഇപ്പോൾ ഒരു വാഴക്കൃഷി തുടങ്ങിയിരിക്കുകയാണ്. അങ്ങനെ വിചാരിച്ചതുപോലെ തന്നെ അവരുടെ വാഴകളെല്ലാം തന്നെ കുലച്ചിട്ടുണ്ട്. ബിസിനസ്സിൽ അവരെന്തായാലും രക്ഷപ്പെടുമെന്നും അവരുടെ ജീവിതം മാറുമെന്നും അവർ വിശ്വസിക്കും.
പക്ഷേ ആ സമയത്താണ് കേരളത്തിൽ പ്രളയം വരുന്നതും അവരുടെ വാഴത്തോട്ടത്തിലേക്കും വെള്ളം കയറി അവരുടെ വാഴകളെല്ലാം നശിക്കുന്നതും. അങ്ങനെ വീണ്ടും പ്രശ്നങ്ങൾക്ക് മുകളിൽ പ്രശ്നങ്ങളായി അവരുടെ ജീവിതം മുന്നോട്ട് പോവുകയാണ്. ഈ ഒരു സീനോട് കൂടി ഈ സിനിമയുടെ അവസാനിക്കുകയാണ്. കഥ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കണം.